കെ രാധാകൃഷ്ണൻ എം പി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെ രാധാകൃഷ്ണൻ എം പി, താങ്കൾ കത്തയച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. നമുക്ക് ഈ തീരുമാനത്തെ തിരുത്തിക്കാൻ കഴിയുമോ? എത്ര കണ്ട് വലിയ സമ്മർദ്ദമാണ് നമുക്ക് എല്ലാവരും ഒന്നിച്ചു നിന്ന് നടത്തേണ്ടത്? അത് നിരന്തരം നമ്മുടെ കേരളത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് റെയിൽവേയുടെ കാര്യത്തില് എക്കാലത്തും കേരളത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പാലക്കാട് ഡിവിഷനെ തന്നെ വെട്ടിമുറിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട പ്രാധാന്യം എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കേരളത്തോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മളെല്ലാം പറയുന്ന പോലെ ചിറ്റമായെന്നല്ല, അതിന്റെ അപ്പുറത്ത് എന്തും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തിരുത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാം. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, കേരളത്തിലെ മുഴുവൻ ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ റെയിൽവേയുടെ അവഗണനയ്ക്കെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധം ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിപ്പോ അതിന് പിന്നെ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ എം പിമാരും ചേർന്നുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. പൊതുവിൽ റെയിൽവേ പദ്ധതികൾക്ക് കേരളത്തോടൊരു അവഗണന നേരത്തെ ഉള്ളതാണ്. നമ്മുടെ കോച്ച് ഫാക്ടറി എന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല, സോൺ എന്ന ആവശ്യം, ഇതൊന്നും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ്. എന്നാൽ റെയിൽവേക്ക് മികച്ച വരുമാനം കേരളത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഡിവിഷൻ വെട്ടിമുറിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ വലിയ പദ്ധതികളൊക്കെ കേരളത്തിന് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു വിഷയം കൂടിയായി ഈ തീരുമാനം, കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം, അങ്ങനെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലാണ് റെയിൽവേയുടെ ഏറ്റവും മോശപ്പെട്ട സംവിധാനങ്ങളുള്ളത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള റവന്യൂ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന കേരളത്തോടുള്ള എക്കാലത്തെയും അവഗണന അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഓരോ ഘട്ടത്തിലും നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. വർദ്ധിപ്പിക്കുന്നതിന് പകരം വെട്ടിച്ചുരുക്കുക എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ടുള്ള വലിയ പ്രതിഷേധം എല്ലാ ഭാഗത്തുനിന്നും ഉയർന്നു വരേണ്ടതാണ്. ഇപ്പൊ താങ്കൾ കത്തയച്ചിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് എം പിമാരും സംസ്ഥാന സർക്കാർ അടക്കം ഈ വിഷയത്തിൽ അങ്ങനെ ആർജവമായിട്ടുള്ള ഇടപെടൽ തന്നെ നടത്തണം. അങ്ങനെ ഒരു യോജിച്ച നീക്കം ഉണ്ടാകുമോ? പിന്നെ യോജിച്ച് നിൽക്കണം. കാരണം ഈ കാര്യത്തിൽ ഒറ്റപ്പെട്ട ഒരു പ്രതികരണം അല്ല വേണ്ടത്. എല്ലാവരും യോജിച്ചുകൊണ്ട് കേരളത്തോടുള്ള ഈ അവഗണനയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും. സംസ്ഥാന ഗവൺമെന്റും കേരളത്തിലെ മുഴുവൻ 29 എം പിമാരും ചേരണം. അത് മാത്രമല്ല 3.5 കോടി മലയാളികളുടെയും ആവശ്യമായിട്ട് മാറണം. വളരെ നന്ദി. വളരെ നന്ദി ഡോക്ടർ. ശ്രീ കെ രാധാകൃഷ്ണൻ എം പി ആണ് പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തെ നമുക്ക് കൂട്ടായി ചേർക്കേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നീക്കം കൂടിയായി ഇത് മാറുകയാണ്. റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം, പാലക്കാട് 2 റെയിൽവേ ഡിവിഷനുകളാണ് നമുക്കുള്ളത്. ഇതിൽ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിക്കാനുള്ള തീരുമാനമുണ്ടാക്കുന്നത് വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടവും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഭാവി റെയിൽവേ പദ്ധതികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള നീക്കം കൂടിയായി ഇത് ഇടവയ്ക്കുമെന്നതാണ്. യോജിച്ച പ്രതിഷേധം സംഘടിതമായി ഉണ്ടാവണം എന്നതാണ് കാരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.